എല്ലാവർക്കും സന്ധ്യാവന്ദനം. ഒരു കൊച്ചു കഥ പറയട്ടെ. ഇത് FM റെയിൻബോയില് ശ്രീ സുരേഷ് കാഞ്ഞിരക്കാട്ട് പറഞ്ഞൊരു കഥയാണ്. അതിൽ നല്ലൊരു സന്ദേശമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിവിടെ പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഞാൻ പറയുമ്പോൾ കുറച്ച് മാറ്റങ്ങളും തെറ്റുകളും സംഭവിച്ചു എന്ന് വരാം, ഓർക്കുക. ഒരു രാജാവുണ്ടായിരുന്നു. സുമുഖനും നല്ലൊരു ഭരണാധികാരിയുമായിരുന്നു രാജാവ്. ധൈര്യശാലിയായിരുന്ന അദ്ദേഹം പക്ഷെ ഒരു കാര്യത്തെ മാത്രം ഭയന്നിരുന്നു: വാർദ്ധക്യത്തെ. ദേഹമെല്ലാം ചുക്കിച്ചുളിഞ്ഞ് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയെ അദ്ദേഹം ഭീതിയോടെയാണ് കണ്ടിരുന്നത്. താൻ ആ ഒരു സ്ഥിതിയിൽ എത്താതിരിക്കാൻ അദ്ദേഹം നിത്യേന പ്രയത്നിച്ചു കൊണ്ടിരുന്നു. അതുപോലെ തന്നെ തൻ്റെ രാജ്യത്തെ ജനങ്ങളും എല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതിനായി അദ്ദേഹം കരുതി രാജ്യത്തുള്ള വൃദ്ധജനങ്ങളെയെല്ലാം വധിക്കാം. പക്ഷെ അതങ്ങനെ പെട്ടെന്ന് വെറുതെ വധിക്കാൻ പറ്റില്ലല്ലോ, അതിനൊരു കാരണം വേണ്ടേ? ചിന്തയിലാണ്ട രാജാവിന് ഒരു ആശയം പിടികിട്ടി. കൊട്ടാരത്തിനടുത്തുള്ള ജലാശയത്തിൽ ഒരു മൺകുടം ഒളിപ്പിച്ചു വെക്കുക. വൃദ്ധ മാതാപിതാക്കളുള്ള കുട്ടികൾ ഓരോരുത്തരായി വന്ന് കുടം തിരയുക. കുടം കണ്ടുപിടിക്കുകയും വേണം, എന്നാൽ ജലാശയത്തിലെ വെള്ളം കലങ്ങാനും പാടില്ല. ഇങ്ങനെ ഒരു നിബന്ധന കൂടെ മുന്നിലേക്ക് വെച്ചു. അഥവാ കുടം കണ്ടെടുക്കാനായില്ല എന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ വധശിക്ഷ നടപ്പിലാക്കും. ഇതായിരുന്നു രാജാവിന്റെ തീരുമാനം. നിത്യേന ഓരോ കുട്ടികൾ വന്നു ജലാശയത്തിലിറങ്ങി മൺകുടം തിരഞ്ഞു. മൺകുടം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ജലാശയത്തിലെ വെള്ളം കലങ്ങുകയും ചെയ്തു. അങ്ങനെ ഓരോ വൃദ്ധരായി മരണപ്പെട്ടുകൊണ്ടിരുന്നു. ഇതറിഞ്ഞ ഒരു യുവാവ് തൻ്റെ വൃദ്ധ മാതാപിതാക്കളെ കുറേ അകലെയുള്ള ഒരു നാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, 2-3 ദിവസത്തിനകം കൊട്ടാരത്തിലെ ഭൃത്യർ ഈ യുവാവിനെ കാണാനെത്തി. അവർക്കറിയാമായിരുന്നു ഈ യുവാവിന് വൃദ്ധ മാതാപിതാക്കൾ ഉണ്ട് എന്നുള്ളത്. പിറ്റേന്ന് ആ യുവാവിൻ്റെ ഊഴമാണ്. ഇത് അറിഞ്ഞ ഉടനെ യുവാവ് ഓടി തൻ്റെ മാതാപിതാക്കളുടെ അടുത്തെത്തി. എന്നും പുഞ്ചിരിക്കുന്ന മുഖമായി കയറി വരുന്ന മകനെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കണ്ടപ്പോൾ പിതാവിന് സംഗതി പിടികിട്ടി. അച്ഛൻ ചോദിച്ചു, നാളെ നിന്റെ ഊഴമാണോ മോനെ? മോൻ പറഞ്ഞു, അതെ അച്ഛ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു നിമിഷം ആലോചിച്ചിട്ട് അച്ഛൻ മോനോട് പറഞ്ഞു, മോനെ, ഇത്രയും ദിവസം ഇത്ര യുവാക്കൾ മൺകുടം തിരഞ്ഞു എന്നുണ്ടെങ്കിലും അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അതിലെന്തോ ഒരു സംഗതി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ ജലാശയത്തിന് സമീപം വല്ല മരവും നിൽക്കുന്നുണ്ടോ? മോൻ പറഞ്ഞു, ഓവല്ലോ അച്ഛ, ആ മരത്തിന്റെ പ്രതിബിംബമാണോ ജലാശയത്തിൽ കാണുന്നത്? അതും കാണുന്നുണ്ട്. എന്നാൽ നീ മൺകുടം തിരയേണ്ടത് ജലാശയത്തിലല്ല, കുടമിരിക്കുന്നത് മരത്തിലാണ്. ഇത് കേട്ട് മകൻ അല്പം മനസമാധാനത്തോടെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ യുവാവ് ജലാശയത്തിന് സമീപം എത്തി. ഭൃത്യന്മാരെല്ലാം വന്നു നിന്നു. അച്ഛൻ്റെ വാക്കുകളിൽ വിശ്വാസമർപ്പിച്ച് മകൻ മരത്തിന് മുകളിലേക്ക് കയറി. എല്ലാവരും പരസ്പരം ചോദിച്ചു, ഇതെന്താ ഇയാള് മരത്തിന് മുകളിലേക്ക് കയറുന്നത്? കുടമിരിക്കുന്ന ജലാശയത്തിലല്ലേ? മരത്തിന് മുകളിൽ കയറി കുടവുമായി ഇറങ്ങി വരുന്ന യുവാവിനെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഉടനെ തന്നെ യുവാവിനെ രാജാവിന്റെ സന്നിധിയിൽ എത്തിച്ചു. രാജാവ് ചോദിച്ചു, എങ്ങനെയാണ് കുടം മരത്തിന് മുകളിലാണ് എന്നുള്ള ഒരു ബുദ്ധി ഓർമ്മയിൽ വന്നത്? മകൻ പറഞ്ഞു, ഇതെന്റെ ബുദ്ധിയിൽ തെളിഞ്ഞതല്ല, എൻ്റെ അച്ഛനാണിത് പറഞ്ഞു തന്നത്. രാജാവ് ഉടനെ തന്നെ തൻ്റെ രാജകൽപ്പന പിൻവലിച്ചു. ഇനി ഒരു കാരണവശാലും ഒരു വൃദ്ധരെയും ആവശ്യമില്ലാതെ മരണത്തിലേക്ക് തള്ളിവിടരുത് എന്നുള്ള രാജകൽപ്പനയും പുറപ്പെടുവിച്ചു. ശരിയല്ലേ? ചില സന്ദർഭങ്ങളിൽ പുസ്തകത്താളുകളിൽ നിന്ന് കിട്ടുന്ന അറിവിനേക്കാൾ ഒരു പടി മുകളിലായിരിക്കും ജീവിതയാത്രയിലൂടെ നേടിയെടുക്കുന്ന അറിവുകൾ, ജീവിതം നമുക്ക് തരുന്ന അറിവുകൾ. വൃദ്ധരായ മാതാപിതാക്കളെ സ്നേഹപൂർവം
ഹൃദയത്തോട് ചേർക്കുക. അവരുടെ വാക്കുകൾക്കായി കാതോർക്കുക. എന്നും എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. സ്നേഹപൂർവ്വം നന്ദി, നമസ്കാരം.